ഇനി നമുക്ക് ദുർവാസാവിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. ദ്രൗപദീഹരണ പർവ്വത്തിലാണ് ആ കഥ പറയുന്നത്. ജനമേജയൻ വൈശംപായനോട് തുടർന്ന് ചോദിക്കുകയാണ്, മഹാന്മാരായ പാണ്ഡവന്മാർ കാട്ടിൽ ഇപ്രകാരം അധിവസിക്കുമ്പോൾ അക്ഷയപാത്രം കിട്ടി ഈ കഥ നടക്കുന്നതിനിടയ്ക്ക് വരെയുള്ള സംഭവങ്ങളെയും കൂടി കൂട്ടിച്ചേർത്താണ് ജനമേജയൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ വിട്ടു. അക്ഷയപാത്രം കിട്ടിയതിന് ശേഷം നേരെ നമ്മൾ ദുർവാസാവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്രകാരം വസിക്കുമ്പോൾ എന്നതുകൊണ്ടാണ് ജനമേജയൻ പറയുന്നത്, മഹാന്മാരായ പാണ്ഡവന്മാർ കാട്ടിൽ ഇപ്രകാരം അധിവസിക്കുമ്പോൾ മുനിമാരോടുകൂടി വിചിത്രമായ കഥകൾ കേട്ട് കഥകൾ പറഞ്ഞ് സുഖിക്കുമ്പോൾ. കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാകും. അതുകൊണ്ട് ദേവീ ഭാഗവതത്തിൽ കഥ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്തരുത് എന്ന് പറയും. കഥ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടാകും. അതും വിചിത്രമാണ് കഥയെങ്കിൽ സുഖം കൂടും. കഥകൾ ലോജിക്കലായി കൊള്ളണം എന്നില്ല. തന്മയീഭാവത്തോടുകൂടി കഥകൾ കേൾക്കുമ്പോൾ ഒരു സുഖം, രസം ഉണ്ടാകും എന്നുള്ളത് പ്രസിദ്ധമായ കാര്യമാണ്. അങ്ങനെ വിചിത്രമായ കഥകൾ പറഞ്ഞ് സുഖിക്കുമ്പോൾ സൂര്യൻ കൊടുത്ത അക്ഷയാന്നം കൊണ്ട് കൃഷ്ണയുടെ അശ്നം വരെ എന്ന് പറഞ്ഞാൽ പാഞ്ചാലി കഴിക്കുന്നത് വരെ എത്തുന്ന ബ്രാഹ്മണരെയൊക്കെ ഊട്ടി തൃപ്തിപ്പെടുത്തുമ്പോൾ പല മട്ടിലുള്ള കാട്ടുജന്തുക്കളുടെ മാംസം കൊണ്ട് അതേ വിധം മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കേ. അപ്പോൾ മാംസഭോജനം ഭാരതത്തിന് അന്യമല്ലായിരുന്നു എന്ന് വേണം നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പിന്നീട് വന്ന പല മാറ്റങ്ങളുമാണ് ഇന്നത്തെ നിലയിലേക്ക് വന്ന് ചേരാൻ ഇടയായിട്ടുള്ളത്. ഇന്ന് നാം അഭിമാനിക്കുന്ന ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക്, പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് ഇത് തുറന്നു പറയുന്നതിനും ഒന്നും യാതൊരു മടിയും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ജനമേജയൻ പറയുന്നത്, പല മട്ടിലുള്ള കാട്ടുജന്തുക്കളുടെ മാംസം കൊണ്ട് അതേവിധം മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കെ ദുര്യോധനൻ മുതലായ ദുഷ്ടധാർത്ഥരാഷ്ട്രന്മാരും ദുശാസനനും കർണനും ശകുനിയും അവരുടെയൊക്കെ ദുഷ്ടരായ കൂട്ടുകാരും ഒക്കെ ചേർന്ന് ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു? ഇവര് കാട്ടിലാണ് പോയിരിക്കുന്നത്. അവിടെ സുഖമായിട്ടാണ് കഴിയണത്. കഥയൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ രസിക്കുകയാണ്. ആ സമയത്ത് ധാർത്തരാഷ്ട്രന്മാരും അവരുടെ കൂട്ടുകാരും എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. എല്ലാം വിടാതെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും അങ്ങ് വിട്ടുകളയരുതേ, എല്ലാം വിടാതെ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൈശംപായനൻ അതിന് മറുപടി പറയുകയാണ്. വൈശംപായനൻ പറഞ്ഞു, പാണ്ഡവന്മാർ പട്ടണത്തിൽ അധിവസിക്കുമ്പോൾ എന്ന പോലെ സകലവിധ ശ്രേയസ്സോടും കൂടി അതിഥികളെയും ബ്രാഹ്മണരെയും ഒക്കെ പൂജിച്ച് സത്കാരങ്ങൾ നൽകി ഒന്നിനും ക്ഷാമം കൂടാതെ കാട്ടിൽ ജീവിക്കുന്നതായി കേട്ടപ്പോൾ സുയോധനന്, അതായത് ദുര്യോധനന്, അവരിൽ പാപചിന്ത വളർന്നു. കാട്ടിലേക്ക് വിട്ടത് ദുഃഖിച്ചോട്ടെന്ന് വിചാരിച്ച, ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വിട്ടത്. അവിടെ പോയപ്പം തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈശ്വരനെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ധർമ്മപുത്രർ. എന്നിട്ട് അവിടെ സുഖം അങ്ങനെ കഴിയാണ്, പട്ടണത്തിൽ കഴിയുന്നത് പോലെ. ഇത് കേട്ടാൽ ഇരിക്കപ്പുറതി ഉണ്ടാവുമോ ദുര്യോധനാദികൾക്ക്? ഇല്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ വളർന്നു. ചതിപ്രയോഗങ്ങളിൽ കൈതെളിഞ്ഞവരായ കർണനോടും ദുശാസനോടും കൂടി ഉപായങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. എന്താ വേണ്ടത് എന്ന് എല്ലാവരും കൂടി ചേർന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപായങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം 10,000 ശിഷ്യന്മാരോടുകൂടി തപസ്വിയും യശസ്വിയും ധർമാത്മാവുമായ ദുർവാസാവ്
സ്വച്ഛന്തം ഹസ്തിനാപുരിയിൽ എത്തി. എന്താ വേണ്ടത് എന്ന് കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. എന്താ വേണ്ടതെന്ന് അവർക്കൊരു തീരുമാനമായില്ല. എന്താ വേണ്ടത്, അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ 10,000 ശിഷ്യന്മാരോടുകൂടി ദുർവാസാവ് സ്വച്ഛന്തം, സ്വതന്ത്രമായിട്ട് ആരുടെയും ക്ഷണമൊന്നും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ വരിക ചെയ്യുക. കാറ്റൊക്കെ വരുന്നത് പോലെ അദ്ദേഹം ഹസ്തിനാപുരിയിലെത്തി. കോപിഷ്ഠനായ ആ മുനിശ്രേഷ്ഠൻ വരുന്നത് കണ്ട് ദുര്യോധനൻ വിനയത്തോടെ ചെന്ന് അടങ്ങി ഒതുങ്ങി നിന്ന് ആതിഥ്യത്തിനായി ക്ഷണിച്ചു. ആ ധാർത്തരാഷ്ട്രൻ ഒരു കിങ്കരനെ പോലെ നിന്ന് മുനിയെ പൂജിച്ചു. ആ മഹർഷി ദുര്യോധനൻ്റെ സത്കാരം സ്വീകരിച്ചു. ഇയാൾക്ക് ഒരു കാരണവും വേണ്ട ദുർവാസാവിന് ദേഷ്യം വരാൻ. ദേഷ്യം വരുന്നതിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹം. ശിവനും ദുർവാസാവും ഒരേപോലെ ക്ഷിപ്രകോപികളാണ്. അപ്പോൾ ഭാരതീയ സംസ്കാരം ക്രോധത്തെ മോശമായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. ക്രോധവും ശ്രേഷ്ഠമായിട്ടവർ കണ്ടിരുന്നു, കരുതിയിരുന്നു, ആരാധിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വളരെ ഭവ്യതയോടുകൂടി ധാർത്തരാഷ്ട്രൻ, ധൃതരാഷ്ട്രരുടെ പുത്രൻ ദുര്യോധനൻ അദ്ദേഹത്തെ ഒരു കിങ്കരനെ പോലെ നിന്ന് പൂജിച്ചു. ആ മഹർഷി ദുര്യോധനൻ്റെ സത്കാരം സ്വീകരിച്ചു. കുറേ ദിവസം അവിടെ പാർക്കുകയും ചെയ്തു. അത്രയും നാൾ ദുര്യോധനൻ ആ മുനിയുടെ ശാപം ഭയപ്പെട്ട് രാപ്പകലൊഴിവില്ലാതെ ഉത്സാഹത്തോടെ ശുശ്രൂഷിച്ചു. സെക്കൻഡ് പോലും വീഴ്ച വരുത്താതെ. കാരണം വീഴ്ച വരുത്തിയാൽ എന്തായിരിക്കും ഫലം? ശപിക്കും. അതിന് കാരണമൊന്നുമില്ല. എന്താ അങ്ങനെ ശപിച്ചത്? ആ റീസണിങ് ഒന്നുമില്ല ദുർവാസാവിൻ്റെ അടുത്ത്. കിട്ടിയത് വാങ്ങിച്ച് അടുത്ത പണിക്ക് പുറപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എനിക്ക് വിശക്കുന്നു, ചോറ് വേഗം തരണം എന്ന് തിരക്ക് കൂട്ടി ദുർവാസാവ് കുളിക്കുവാൻ പോയാൽ അന്ന് കുളി കഴിഞ്ഞ് വരുന്നത് വളരെ വൈകിട്ടായിരിക്കും. വിശക്കുന്നു, വേഗം എടുത്തു വയ്ക്കൂ ചോറ്, ഇപ്പം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അന്ന് കുളി കഴിഞ്ഞ് വരുന്നത് വളരെ താമസിച്ചിട്ടായിരിക്കും. ഇന്ന് ഊണിന് ആഗ്രഹമില്ല, വിശപ്പില്ല എന്ന് പറഞ്ഞ് വല്ലയിടത്തും പോയാൽ പിന്നെ പെട്ടെന്ന് വന്ന് ഉടനെ ചോറ് തരണം എന്ന് കൽപ്പിക്കുകയായി. ചിലപ്പോൾ വഞ്ചന മനസ്സിൽ കരുതി പാതിരാ സമയത്ത് ദുര്യോധനനെ വിളിച്ചുണർത്തി ഭക്ഷണം തയ്യാറാക്കിക്കും. തയ്യാറായി ഉണ്ണാനിരിക്കുമ്പോൾ എന്തെങ്കിലും ദോഷം പറഞ്ഞ് ഉണ്ണാതെ എഴുന്നേറ്റ് പോകും. ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ദുര്യോധനന് ക്രോധമോ മനശ്ചാഞ്ചല്യമോ ഉണ്ടായില്ല. ഇത് കണ്ടപ്പോൾ ദുർവാസാവിന് സന്തോഷമായി. ദുര്യോധനന് വരം നൽകുവാൻ ഉറച്ചു. വലിയ സന്തോഷമായി. തന്നെ സഹിച്ചതിന്. യാതൊരു വിധത്തിലുള്ള ക്രമീകരിക്കപ്പെട്ട ജീവിതമായിരുന്നില്ല ദുർവാസാവിൻ്റെ. ചോറ് വേണം എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിശപ്പില്ല എന്ന് പറയും. ഇപ്പം തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആഹാരത്തിന് പറയും. പാതിരായ്ക്ക് വന്ന് ആഹാരം കഴിക്കും. അങ്ങനെ ഒരു നിഷ്ഠയില്ലാതെ കാറ്റിനെ പോലെ സർവതന്ത്ര സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ടും കൂടിയാണ് അദ്ദേഹത്തെ മഹർഷി എന്ന് നാം വിളിക്കുന്നത്. ദുർവാസാവ് പറഞ്ഞു, ദുർവാസാവിന് വലിയ സന്തോഷമായി. തന്നെ ഇത്രയും കാര്യമായിട്ട് ശുശ്രൂഷിച്ചതിന് വലിയ സന്തോഷമായി ദുര്യോധനനോട്. ഇതേപോലെ ഇതിന് മുമ്പ് സന്തോഷമായതാണ് ആരോട്? നമ്മുടെ കുന്തിദേവിയോട്. അതേപോലെ ദുര്യോധനനിൽ വലിയ സന്തോഷമായി ഇദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം മുനിമാർ സന്തോഷിച്ചാൽ അനുഗ്രഹിക്കുകയും ദേഷ്യം വന്നാൽ ശപിക്കുകയും ചെയ്യും. ഇപ്പോൾ ദുർവാസാവ് ദുര്യോധനനോട് പറഞ്ഞു, ഹേ ദുര്യോധന, നീ എന്നോട് വരം ചോദിക്കുക. നീ വിചാരിക്കുന്ന കാര്യം നന്നായി വരും. ഞാൻ പ്രസാദിച്ചാൽ നിനക്ക് സാധിക്കാത്തതായി യാതൊരു ധർമ്മ്യവും ഉണ്ടാവുകയില്ല. ഞാൻ അനുഗ്രഹിച്ചാൽ നിനക്ക് എന്ത് കാര്യവും സാധിക്കും. അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട, അമാന്തിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ, അത് ഞാൻ നിനക്ക് തരാം. വൈശമ്പായനൻ തുടർന്ന് പറയുകയാണ്, ഭാവിതാത്മാവായ ആ മുനീന്ദ്രൻ ഇപ്രകാരം കൽപ്പിച്ചപ്പോൾ, വരം കൊടുക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ചവനായ ആ മുനീന്ദ്രൻ ഇപ്രകാരം കൽപ്പിച്ചപ്പോൾ മുനിയുടെ പ്രസാദത്താൽ തനിക്ക് പുനർജന്മമുണ്ടായതുപോലെ തൻ്റെ ജീവിതത്തിന് പുതുമ തോന്നുകയാൽ ഏറ്റവും സന്തുഷ്ടനായി തീർന്ന ആ ദുർമതി കർണദുശാസനാദ്യന്മാരുമായി മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചു വച്ചിരുന്ന പരിപാടി അനുസരിച്ച് ഇപ്രകാരം സഹർഷം പ്രാർത്ഥിച്ചു. ദുർവാസാവിന് ലഡ്ഡു പൊട്ടിയതുപോലെ, ദുര്യോധനന് ലഡ്ഡു പൊട്ടിയതുപോലെയായി ദുർവാസാവിൻ്റെ ഈ വരം.
വലിയ സന്തോഷമായി. പുതുജീവൻ ഉണർന്നതുപോലെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിരുന്ന കാര്യം ദുര്യോധനൻ ദുർവാസാവിനോട് പറഞ്ഞു. എന്താ അത്? ദുര്യോധനൻ പറഞ്ഞു, ഹേ മഹാശയനായ മുനീശ്വര, എൻ്റെ അതിഥിയായി ശിഷ്യരോടുകൂടി ഭവാൻ വാണതുപോലെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കുലത്തിലെ മഹാനായ മഹാരാജാവുമായ യുധിഷ്ഠിരൻ്റെ ആതിഥ്യവും ഭവാൻ സ്വീകരിക്കണം. ഇതിലും വലിയ പാര ഇനി വയ്ക്കാനുണ്ടോ? ഒരു ഡബിൾ കപ്പാസിറ്റി ഉള്ള സ്ട്രെങ്ത് ഉള്ളൊരു ബോംബാണ് ഈ പറഞ്ഞയക്കാൻ പോണത്. എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചതുപോലെ അങ്ങ് എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കുലത്തിലെ മഹാനായ മഹാരാജാവുമായ യുധിഷ്ഠിരൻ്റെ ആതിഥ്യവും ഭവാൻ സ്വീകരിക്കണം. ഗുണവാനും ശീലസമ്പന്നനുമായ അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഭവാൻ പോവുക. യശസ്വിനിയും വരവർണിനിയും സുകുമാരിയുമായ രാജപുത്രി എല്ലാ ദ്വിജന്മാർക്കും ഭർത്താക്കന്മാർക്കും ഭോജനം നൽകിയതിന് ശേഷം താൻ ഊണ് കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ഭവാൻ അവിടെ ചെല്ലുക. അങ്ങനെയാണ് ഭവാൻ അനുഗ്രഹിക്കേണ്ടത്. എന്നെ അനുഗ്രഹിക്കണം എന്ന് അങ്ങേക്ക് തോന്നി, അത് മറ്റുള്ളവർക്കൊരു പാരയായിരുന്നോട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ലോകത്തുണ്ട്. ദുര്യോധനൻ ആദ്യമായിട്ടുള്ള ആളൊന്നുമല്ല, അവസാനത്തെ ആളും അല്ല. തനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ തൻ്റെയും തൻ്റെ കൂടുള്ളവരുടെയും ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ വിനാശം കാക്ഷിച്ച് പ്രവർത്തിക്കുന്നവർ ഈ ലോകത്ത് ധാരാളം ഉണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതിനിധി ആണ് ഈ ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, എപ്പോൾ പോണം? അങ്ങനെ എപ്പോഴെങ്കിലും പോയാൽ പോരാ. പാഞ്ചാലി ആഹാരം കഴിച്ചതിന് ശേഷം വേണം അവിടുന്ന് അവിടെ എത്താൻ. അങ്ങനെയാണ് എന്നെ അനുഗ്രഹിക്കേണ്ടത്. അതാണ് ഭവാന്റെ പ്രീതിക്ക് വേണ്ടതെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം. ദുർവാസാവിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയാണോ? അതാണോ ഞാൻ വരായിട്ട് തരേണ്ടത്? എന്ന് അങ്ങനെ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദുർവാസാവ് അവിടെ നിന്ന് പോയി. ഞാൻ കൃതാർത്ഥനായി എന്ന് സുയോധനൻ സന്തോഷിച്ചു. വലിയ സന്തോഷമായി. നമ്മൾ ചില സിനിമകളിലും സ്കിറ്റുകളിലും ഒക്കെ കണ്ടിട്ടില്ലേ, പരസ്പരം തമ്മിലടിപ്പിച്ചതിന് ശേഷം അതിന് കാരണക്കാരായവർ മാറി നിന്ന് എന്തൊരാശ്വാസം എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇവിടെ ദുര്യോധനൻ്റെ ചിന്തയും. ദുര്യോധനന് പറഞ്ഞു, ദുര്യോധനൻ എന്താ പറഞ്ഞത്? ഞാൻ കൃതാർത്ഥനായി എന്ന് സുയോധനൻ സന്തോഷിച്ചു. ഭേഷ് എന്ന് പറഞ്ഞ് ചിരിച്ചു. കർണൻ്റെ കൈപിടിച്ച് കുലുക്കി. അപ്പോൾ ഭ്രാതാക്കന്മാരോടുകൂടി സന്തുഷ്ടനായി നിൽക്കുന്ന ദുര്യോധനനോട് കർണൻ പറഞ്ഞു, ഭാഗ്യത്താൽ നമ്മുടെ ആഗ്രഹം സഫലമായി. നമ്മുടെ ഭാഗ്യത്താൽ നമ്മുടെ ശത്രുക്കൾക്ക് കടക്കാൻ പ്രയാസമുള്ള ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ഭാഗ്യത്താൽ നമ്മുടെ ശത്രുക്കൾക്ക് കടക്കാൻ പ്രയാസമുള്ള ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ദുർവാസാവിൻ്റെ കോപാഗ്നിയിൽ പാണ്ഡവന്മാർ വീഴുകയാണ്. അവർ സ്വന്തം പാപത്താൽ ഇനി വെളിച്ചം കാണാത്ത ഇരുട്ടിൽ തന്നെ. എന്താ കാര്യം? അവിടെ ഊണ് കഴിക്കാനാണ് ചെല്ലാൻ പറഞ്ഞത് 10,000 പേരുടെ കൂടെ. പാഞ്ചാലി ആഹാരം കഴിച്ചതിന് ശേഷം, പാഞ്ചാലി ആഹാരം കഴിച്ച് പാത്രം കമഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമേ കിച്ചൺ ഓണാവുള്ളൂ. ആര് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടതുപോലെ സത്കരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക. തീർന്നു, ഇനി നമുക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. പാണ്ഡവരുടെ കഥ ക്ലോസ്. സന്തോഷത്തോടുകൂടിയായി എല്ലാവരും. വൈശമ്പായനൻ പറഞ്ഞു, ഇപ്രകാരം ചതിയന്മാരായ ദുര്യോധനാദികൾ തങ്ങൾ ആസൂത്രണം ചെയ്ത വഞ്ചന ലക്ഷ്യത്തിൽ തന്നെ ചെന്നുകൊണ്ടു എന്ന് വിചാരിച്ച് സംപ്രീതരായി താങ്കളുടെ ഗൃഹങ്ങളിലേക്ക് പോയി. വളരെ സന്തോഷത്തോടുകൂടി അന്ന് അവർ ശരിക്കും ഉറങ്ങി കാണും. വൈശമ്പായനൻ തുടർന്ന് പറയുകയാണ്, അടുത്ത് തന്നെ ഒരു ദിവസം പാണ്ഡവന്മാർ സുഖമായിരിക്കുമ്പോൾ പാഞ്ചാലിയുടെ ഭോജനം കഴിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തൻ്റെ 10,000 ശിഷ്യന്മാരോടുകൂടി ദുർവാസാവ് മഹർഷി ആ വനത്തിൽ ചെന്നെത്തി. അതിഥിയെ കണ്ട് ശ്രീമാനായ യുധിഷ്ഠിരൻ സഹോദരന്മാരോടുകൂടി എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. വേണ്ട പോലെ കരം കൂപ്പി മാനിച്ച് ശ്രേഷ്ഠമായ ഇരിപ്പിടം നൽകി പൂജിച്ചു. ആതിഥ്യത്തിനായി ക്ഷണിച്ചു. ആഗ്നികം അനുഷ്ഠിച്ച് ഭക്ഷണത്തിന് വേഗത്തിൽ വരണമെന്നറിയിച്ചു. തന്നെ
ഏതു വിധത്തിലാണ് പാണ്ഡവന്മാർ അന്നം കൊണ്ട് സത്കരിക്കുക എന്ന് വിചാരിക്കുക കൂടി ചെയ്യാതെ ആ അനഘനായ മഹർഷി ശിഷ്യന്മാരോടുകൂടി നദിയിലേക്ക് കുളിക്കാൻ പോയി. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തയൊന്നുമില്ല, വലിയ ചിന്തകളൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ കാറ്റ് പോകുന്ന പോലെ പോകും. അങ്ങനെയാണ് സാക്ഷാത്കാരം കിട്ടിയ മഹാത്മാക്കൾ. അവർക്കങ്ങനെ ചിന്തകളൊന്നും ഇല്ല. അവർ ചിന്തിച്ചിട്ടല്ല പ്രവർത്തിക്കുക, അവരിലൂടെ പ്രവർത്തികൾ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കെന്താ സംഭവിച്ചതെന്ന് നോക്കാം. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാഞ്ചാലി പർണശാലയിലിരുന്ന് വ്യസനത്തോടെ ചിന്തിച്ചു, എങ്ങനെയാണ് അതിഥികൾക്ക് ഭോജനം തയ്യാറാക്കേണ്ടത്? അടുത്ത പ്രതിസന്ധി വരികയാണ്. ഇതൊരു വല്ലാത്ത പ്രതിസന്ധി. ഇതിന് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാഞ്ചാലി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ നിന്നൊന്നും കിട്ടില്ല. അത് സൂര്യഭഗവാൻ കൊടുക്കുമ്പോൾ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾ വലുതായ വിഷമചിന്തയിലായി. പലമട്ടും ചിന്തിച്ചു നോക്കിയിട്ടും അന്നമുണ്ടാക്കുവാൻ യാതൊരു മാർഗവും കണ്ടില്ല. പല വിധത്തിലും ആലോചിച്ച് നോക്കി, ഈ 10,001 ആൾക്കാർക്ക് എങ്ങനെ ആഹാരം ഉണ്ടാക്കാനാ? അങ്ങനെ ആഹാരം ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ധർമ്മപുത്രർ സൂര്യഭഗവാനെ ഭജിച്ചതും അക്ഷയപാത്രം കരസ്ഥമാക്കിയതും. ഇപ്പം ഒരു വഴിയും കണ്ടില്ല ഇവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. ആ സ്ത്രീരത്നം അനിർവചനീയമായ വിധം അല്ലലിൽ മുഴുകി കഴിഞ്ഞു. ദുർവാസാവ് തിരിച്ചു വരും, കോപിക്കും, ശപിക്കും, അതോടുകൂടി തീർന്നു. ആ പതിവ്രത എന്തു ചെയ്യും? അവൾ മനസ്സിൽ ആകുലതയോടെ കംസാരിയെ ചിന്തിച്ചു, കൃഷ്ണനെ ചിന്തിച്ചു. ഇതികർത്തവ്യതാമൂഢരായി ജീവിതഘട്ടത്തിൽ നിൽക്കുന്ന സമയം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയം ഇല്ലാതെ നിൽക്കുന്ന സമയം, ഒന്നും പ്രത്യേകിച്ചു ചെയ്യാനില്ലാത്ത സമയം, ആ സമയത്ത് ഈശ്വരനെ സ്മരിക്കുകയാണ് വേണ്ടത് എന്ന് വേദവ്യാസ ഭഗവാൻ നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആകുലതയോടെ കംസാരിയെ ചിന്തിച്ചു. കൃഷ്ണ കൃഷ്ണ, മഹാബാഹോ, ദേവകീനന്ദന, അച്യുത, വാസുദേവ, ജഗന്നാഥ, കൈകൂപ്പുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ, വിശ്വമൂർത്തേ, വിശ്വകര, വിശ്വഹൃത്തേ, പ്രഭോ അവ്യയ, പ്രപന്നപാല, ഗോപാല, പ്രജാപാല, പരാൽപര, ആകുതി ചിത്തികൾ, ആഗ്രഹവും ധാരണയും നടത്തുന്ന, ആകുതി ചിത്തികൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹവും ധാരണയും, അതിനെ നടത്തുന്നവനെ ഞാൻ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. വരേണ്യ, ആനന്ദ, വരൂ, ഭവാനല്ലാതെ ഗതികെട്ടവർക്ക് മറ്റാരാണ് ഗതിയായിട്ടുള്ളത്? ഹേ പുരാണ പുരുഷ, പ്രാണമനോവൃത്തികൾക്ക് അഗോചരനായവനെ, കനിഞ്ഞ് ആശ്രയിക്കുന്നവരിൽ കനിയുന്നവനെ, നീ എന്നെ രക്ഷിക്കണേ. നീലോൽപല ശ്രീ നീലാഭ, ചെന്താമരക്കണ്ണ, പീതാംബര, മിന്നുന്ന കൗസ്തുഭമണിഞ്ഞ ദേവ, ഭൂതങ്ങൾക്കൊക്കെ ആദിയും അന്തവും ഭവാനാണല്ലോ. പരായണൻ നീ ഒരുത്തൻ മാത്രമാണല്ലോ. ശരണാഗതി പ്രാപിക്കേണ്ടത് നിന്നിൽ മാത്രം ആണല്ലോ. പരാൽപരമായ ജ്യോതിസേ, വിശ്വമൂർത്തേ, വിശ്വമുഖ, സർവസമ്പത്തിനും ദാതാവായതും നീയാണല്ലോ. ഭവാൻ നാഥനായുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരു അപായത്തിലും ഭയമില്ലല്ലോ നാഥ. ഭഗവാൻ ആർക്കാണോ തുണയായിട്ടുള്ളത് അവർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ഈശ്വരനെ സ്മരിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് പാഞ്ചാലിക്ക് വേണ്ടുവോളം ഉണ്ട് എന്നിവിടെ വെളിപ്പെടുകയാണ്. പാഞ്ചാലി ഹൃദയം പൊട്ടുമാറ് ഭഗവാനെ വിളിക്കുകയാണ്. മുമ്പ് സഭയിൽ ദുശാസനിൽ നിന്ന് എന്നെ സംരക്ഷിച്ചതുപോലെ ഈ ദുഃഖത്തിൽ നിന്നും ഭവാൻ എന്നെ കരകയറ്റണേ. പണ്ട് വസ്ത്രാക്ഷേപിതയാകേണ്ടതായിരുന്നു. താൻ ഒരൊറ്റ വസ്ത്രം ധരിച്ചാണ് ആ രാജസഭയിൽ നിന്നത്. അപ്പോഴാണ് തൻ്റെ മടിക്കുത്തിന് കയറി വസ്ത്രമഴിക്കുവാൻ ദുശാസനൻ പിടിച്ചത്. ആ സമയത്ത് വസ്ത്രങ്ങൾ ധാരാളമായി തന്ന് എന്നെ രക്ഷിച്ചത് അവിടുന്നാണ്. ഒരു സ്ത്രീയുടെ മാനം കാത്തവനാണ് അവിടുന്ന്. അവിടുന്ന് എന്നെ വീണ്ടും രക്ഷിക്കാൻ വരണേ. അവിടുന്നല്ലാതെ
വേറെ ആർക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ രക്ഷിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്നും ഭവാൻ എന്നെ കരകയറ്റണേ. വൈശമ്പായനൻ തുടർന്ന് പറയുകയാണ്, ഇപ്രകാരം പുകഴ്ത്തപ്പെടുന്ന സമയത്ത് ഭക്തവത്സലനായ ആ ദേവൻ പാഞ്ചാലിയുടെ സങ്കടം ഗ്രഹിച്ച് അരികെ കിടക്കുന്ന രുക്മിണിയെ വിട്ട് ക്ഷണത്തിൽ പുറപ്പെട്ട് ദ്വൈതവനത്തിലെത്തി. അചിന്ത്യ വേഗത്തിൽ ആ ദേവൻ അവിടെ എത്തിയത് കണ്ട് പാഞ്ചാലി പരമസന്തോഷത്തോടെ നമസ്കരിച്ചു. വിളിപ്പുറത്താണ് ഭഗവാൻ. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത് ഒരു ഉദാഹരണം. പാഞ്ചാലി ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. രുക്മിണിയോടൊത്ത് സുഖമായി കിടന്നിരുന്ന ഭഗവാൻ ആ സുഖശയനം ഉപേക്ഷിച്ച് ദ്വൈതവനത്തിൽ എത്തി. അചിന്ത്യ വേഗത്തിൽ ആ ദേവൻ അവിടെ എത്തിയത് കണ്ട് പാഞ്ചാലി പരമസന്തോഷത്തോടെ നമസ്കരിച്ചു. ദുർവാസാവ് അതിഥിയായി എത്തിയിരിക്കുന്ന വർത്തമാനം അറിയിച്ചു. ഉടനെ കൃഷ്ണൻ പാഞ്ചാലിയോട് പറഞ്ഞു, ഹേ കൃഷ്ണേ, ഞാൻ വിശന്നു വലഞ്ഞാണ് വന്നിരിക്കുന്നത്. പോരെ പുകില്. കൃഷ്ണയെ പാഞ്ചാലിയുടെ മറ്റൊരു പേരാണ് കൃഷ്ണ. കൃഷ്ണയെ കറുത്തവൾ എന്നർത്ഥം. ഇവരെല്ലാം കറുത്ത നിറത്തോടു കൂടിയവരാ. പാണ്ഡവർ 5 പേരും പാഞ്ചാലിയും നല്ല കറുത്ത നിറമുള്ളവരാണ്. ശ്രീകൃഷ്ണ ഭഗവാനും നല്ല കറുത്ത നിറമുള്ള ആളാണ്. പുരാണങ്ങളൊക്കെ, ഇതിഹാസ പുരാണങ്ങളൊക്കെ അങ്ങനെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ വെളുപ്പിനോട് വല്ലാത്തൊരു ഭ്രമം വന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന കാര്യം ആണ്. ഹേ കൃഷ്ണേ, ഞാൻ വിശന്നു വലഞ്ഞാണ് വന്നിരിക്കുന്നത്. നീ ആദ്യം എന്നെ ഊട്ടുക, പിന്നെ നിനക്കൊക്കെ സാധിക്കും. ഉടനെ എനിക്ക് ചോറ് തരൂ. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് പാഞ്ചാലി ലജ്ജയോടെ അമ്പരന്ന് പറഞ്ഞു, ഊണ് കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. വരുത്തിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഊണ് പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തവും കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ പാഞ്ചാലിയുടെ അവസ്ഥ. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് പാഞ്ചാലി ലജ്ജയോടെ അമ്പരന്ന് പറഞ്ഞു, ആദിത്യ ഭഗവാൻ തന്ന പാത്രത്തിൽ എൻ്റെ ഊണ് കഴിഞ്ഞാൽ ചോറുണ്ടാവുകയില്ല. എൻ്റെ ഊണ് കഴിയുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ഊണ് കഴിഞ്ഞുവല്ലോ ദേവാ, അതുകൊണ്ട് ലേശം പോലും ചോറില്ലാതായ ഞാൻ ദുഃഖിക്കുന്നു. എന്ത് ചെയ്യേണ്ടു? ഇതാ എൻ്റെ പ്രശ്നം. ഇതിനാ ഭഗവാനെ ഉള്ളുരുകി ഞാൻ അവിടുത്തെ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ വിളിച്ചു വരുത്തിയപ്പം പണ്ടത്തേതിൻ്റെ പിന്നത്തേതെന്ന് പറഞ്ഞ പോലെ അങ്ങേക്കും വേണം ചോറ്. ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ഞാൻ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം ഒന്നും അന്ന് പ്രൊഡ്യൂസ് ചെയ്യല്ല. പിന്നെ പിറ്റേ ദിവസമേ അത് വർക്ക് തുടങ്ങുകയുള്ളൂ. അത് വച്ചിട്ട പോലെയാണ്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. അയ്യോ അക്ഷയ പാത്രമേ, ഇന്നൊരു അബദ്ധം പറ്റിയതാണ്, കുറച്ചും കൂടി ചോറ് തരുമെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ആ സാധനം തരില്ല. ഇത് കേട്ട് കൃഷ്ണൻ പാഞ്ചാലിയോട് പറഞ്ഞു, കൃഷ്ണയെ, ഞാൻ വിശന്നുഴലുകയാണ്. നേരം പോക്ക് പറയേണ്ട സമയമല്ല ഇത്. വേഗം പോയി ആ പാത്രം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് കാണിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, നീ ആ പാത്രം എടുത്തുകൊണ്ടോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് നിർബന്ധിച്ച് ആ പാത്രം കൃഷ്ണൻ തൻ്റെ മുമ്പിൽ കൊണ്ടുവരിപ്പിച്ചു. അപ്പോൾ കൃഷ്ണൻ ആ പാത്രം എടുത്ത് അതിൻ്റെ വക്കിൽ പറ്റിയിരിക്കുന്ന ചീരക്കറിയുടെ ശകലം കണ്ടിട്ട് അതെടുത്ത് തൃപ്തിയോടെ ഭക്ഷിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഭുജിച്ച ഈ ചീരക്കറി കൊണ്ട് യജ്ഞഭുക്കും വിശ്വാത്മാവും ഈശ്വരനുമായ ഹരി പ്രീതിയോടെ സന്തോഷിക്കട്ടെ. ആ ഇലക്കറി എടുത്തിട്ട് അദ്ദേഹം കഴിച്ചിട്ട് പറഞ്ഞു, ഹരി മഹാവിഷ്ണു സർവവ്യാപിയായ ഭഗവാൻ സന്തോഷിക്കട്ടെ. അനന്തരം ക്ലേശനാശനായ കൃഷ്ണൻ സഹദേവനോട് പറഞ്ഞു, ആ മുനിമാരോട് വേഗത്തിൽ വന്ന് ഉണ്ണുവാൻ പറയുക. സഹദേവൻ വേഗത്തിൽ മുനിമാരുടെ അടുത്തേക്ക് പോയി. കുളിക്കുവാൻ പോയ മഹർഷിയും ശിഷ്യന്മാരും വെള്ളത്തിലിറങ്ങി അഘമർഷണം ചെയ്യുകയായിരുന്നു. ഋഗ്വേദത്തിലെ ഒരു സൂക്തമാണിത്. ജലത്തിലിറങ്ങി ഈ സൂക്തം 3 പ്രാവശ്യം ഉച്ചരിച്ചാൽ അതുവരെ ചെയ്ത പാപമെല്ലാം നീങ്ങുമെന്നാണ് വിധി. അങ്ങനെ അത് 3 പ്രാവശ്യം ഉച്ചരിക്കണം. അഘമർഷണം ചെയ്യേണ്ടിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കുകയും ചെയ്യും. അവർക്ക് പെട്ടെന്ന് അന്നരസം തേട്ടി വന്നു. ആഹാരം കഴിച്ചതുപോലെ ഒരു തികട്ടൽ വന്നു. സുഖമായി വിഭവസമൃദ്ധമായ ഒരു സദ്യയുണ്ട വിധം സംതൃപ്തി അവരിലുണ്ടായി. വെള്ളത്തിൽ നിന്ന് കയറിയ അവർ പരസ്പരം നോക്കി.
എല്ലാവരുടെയും വയർ നിറഞ്ഞിരിക്കുന്നു. അവരെല്ലാവരും ദുർവാസാവിനോട് പറഞ്ഞു, രാജാവിനെ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കിച്ച് നാം കുളിക്കുവാൻ പോന്നു. ഇപ്പോൾ ആകണ്ഠം ഊണ് കഴിച്ച തൃപ്തിയോടെയാണല്ലോ നമ്മുടെ സ്ഥിതി. ഇനി നാം എങ്ങനെ ഊണ് കഴിക്കും? ദുർവാസാവ് പറഞ്ഞു, വെറുതെ നാം ഭക്ഷണം പാകം ചെയ്യിപ്പിച്ചു. ആ രാജഋഷിയോട് നാം വലിയ തെറ്റാണ് ചെയ്തത്. ആ രാജഋഷി കോപിച്ച് ക്രൂരമായ ഒരു നോട്ടം നോക്കിയാൽ മതി, നാം ദഹിച്ചു പോകും. ദുർവാസാവിന് മാത്രമല്ല ഈ ദഹിപ്പിക്കാനുള്ള പവർ, അത് സകല മനുഷ്യർക്കുമുണ്ട്. ധർമ്മത്തിൻ്റെ പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാതെ ചരിക്കുന്ന സകല മനുഷ്യർക്കും ആ ധാർമ്മിക പ്രവൃത്തി കാരണം ഒരു ശക്തി കിട്ടും. ആ ശക്തി കൊണ്ട് വേണ്ടാത്തത് ചെയ്യുന്നവർ, അവർ ആരായാലും ശരി, അവരെ നോക്കിയാൽ ആ നോട്ടം മതി അവരുടെ കാര്യം തീരാൻ. അതുകൊണ്ട് ഈ ലോകത്ത് ദുർവാസാവ് മാത്രമല്ല ശക്തൻ. ദുർവാസാവ് ഓഫ് കോഴ്സ് ശക്തനാണ്, പക്ഷേ അതേപോലെ ശക്തരാണ് ധർമ്മപന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്ന ഓരോരുത്തരും. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണത്. ആ രാജഋഷിയോട് നാം വലിയ തെറ്റാണ് ചെയ്തത്. ആ രാജഋഷി കോപിച്ച് ക്രൂരമായ ഒരു നോട്ടം നോക്കിയാൽ മതി, നാം ദഹിച്ചു പോകും. ആ അംബരീഷ രാജാവിൻ്റെ അനുഭവത്തെ ഓർത്ത് ഞാൻ വിഷ്ണു ഭക്തന്മാരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കഥ നമ്മൾ ഭാഗവതത്തിൽ കുറച്ച് കഴിഞ്ഞാൽ കേൾക്കും, അംബരീഷിൻ്റെ കഥ. വിപ്രന്മാരെ പാണ്ഡവന്മാർ മഹാത്മാക്കളും ധർമ്മചാരികളുമാണ് എന്ന് മാത്രമല്ല, അവർ എല്ലാവരും ശൂരന്മാരും വിദ്യാസമ്പന്നരും വ്രതനിഷ്ഠന്മാരും തപസ്വികളുമാണ്. സദാചാരനിരതന്മാരും വാസുദേവൻ്റെ ആശ്രിതന്മാരുമാണ്. കോപിച്ചാൽ അവർ അഗ്നി പഞ്ഞിയെ എന്ന വിധം ചുട്ടുകളയും. അവർ കോപിച്ച, അതായത് വേണ്ട അങ്ങോട്ട് പോകണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അവിടെ പോയാൽ നമ്മളെ അവർ പഞ്ഞിക്കിടും. നമ്മൾ വളരെ പവർഫുള്ളാണ്, ദേഷ്യം വന്നാൽ ഉടനെ ശപിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്കും അത് സാധിക്കും. ഇത് അറിയാവുന്നതും കൂടിയാണ് ദുർവാസാവിൻ്റെ മഹത്വം. നമ്മളായിരുന്നു ദുർവാസാവിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മളെ വെല്ലുവിളിക്കാൻ, അല്ലെ ദേഷ്യത്തോടു കൂടി നമ്മളെ നോക്കാൻ യുധിഷ്ഠിരൻ ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും. അങ്ങനെയല്ല, ഇദ്ദേഹത്തിന് എല്ലാവരുടെ മൂല്യവും അറിയാം. ദുർവാസാവ് തുടരുകയാണ്, അതുകൊണ്ട് ശിഷ്യന്മാരെ നാം അവരോട് ഒന്നും പറയാതെ സ്ഥലം വിടുകയാണ് നല്ലത്. എല്ലാവരും ഓടിക്കൊള്ളുവിൻ, സ്കൂട്ടായിക്കോളാൻ അവിടുന്ന്, സ്ഥലം വിട്ടോളാൻ. അല്ലെങ്കിലേ അവരൊരു നോട്ടം നോക്കിയാൽ മതി, നമ്മുടെ കഥ തീരും. നമ്മൾ ഭയങ്കര തപസ്വികളാണ്, ക്ഷിപ്രകോപികളാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പവറ് എല്ലാവർക്കുമുണ്ട്. ഒരാൾക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള പവർ അല്ല അത്. വൈശമ്പായനൻ പറഞ്ഞു, തുറന്നു പറയുകയാണ്, ഗുരുവായ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ സകല വിപ്രന്മാരും പാണ്ഡുപുത്രന്മാരെ ഭയപ്പെട്ട് 10 ദിക്കിലേക്കും ഓടിക്കളഞ്ഞു. സഹദേവൻ ഗംഗയിൽ ചെന്നപ്പോൾ അവിടെ വിപ്രന്മാരെയാകട്ടെ മുനിയെയാകട്ടെ കാണുകയുണ്ടായില്ല. പല തീർത്ഥങ്ങളിലും പോയി തിരഞ്ഞു നോക്കി, ഒരിടത്തും അവരെ കണ്ടെത്തിയില്ല. അവിടെ വെച്ച് ചില മഹർഷിമാരെ കണ്ട് അവരോട് സഹദേവൻ അന്വേഷണം നടത്തി. ഈ വഴിക്ക് ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും പോകുന്നത് കാണുകയുണ്ടായോ? അവർ പറഞ്ഞു, മഹർഷിയും ശിഷ്യന്മാരും എങ്ങോട്ടോ ബന്ധപ്പെട്ട് ഓടി പോകുന്നത് കാണുകയുണ്ടായി. സഹദേവൻ മടങ്ങിച്ചെന്ന് ജ്യേഷ്ഠനോട് മുനിമാർ പറഞ്ഞു കേട്ട വൃത്താന്തമുണർത്തിച്ചു. പിന്നെ ജിതാത്മാക്കളായ പാണ്ഡവന്മാർ ദുർവാസാവിനെ കാത്ത് കുറേ കൂടിയിരുന്നു. ആ മഹാശയന്മാർ ഇപ്രകാരം പറഞ്ഞു, ഇനി അദ്ദേഹം നമ്മളെ വഞ്ചിക്കുവാൻ അർദ്ധരാത്രിയാകുമ്പോൾ വന്ന് ചോറ് ആവശ്യപ്പെടും. ദൈവം വരുത്തുന്ന ഈ കഷ്ടപ്പാട് എങ്ങനെ നീക്കുവാൻ സാധിക്കും? ദുർവാസാവ് വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇറാറ്റിക് ആയിട്ടുള്ള കാര്യപ്രവർത്തികളിൽ വളരെ പ്രസിദ്ധനാണ്. ഇപ്പം അദ്ദേഹം അങ്ങോട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കണ്ടു. ഇനി പാതിരായ്ക്ക് കയറി വന്നിട്ട് ചോറ് വേണമെന്ന് പറയും, കൊടുത്തില്ലെങ്കിൽ അപ്പം ശപിക്കും. ഈ ദൈവം വരുത്തുന്ന ഈ കഷ്ടപ്പാട് എങ്ങനെ നീക്കുവാൻ സാധിക്കും? ഇപ്രകാരം പറഞ്ഞ് അവർ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ അവരുടെ സമീപത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് കോപിഷ്ഠനായ ദുർവാസാവിൽ നിന്ന് ഞാൻ ആപത്തിനെ ദർശിച്ചു. പാഞ്ചാലി എന്നെ ധ്യാനിച്ചതുമൂലം ഞാൻ ഇവിടെ വേഗത്തിലെത്തിയതാണ്. ആ മുനിയിൽ നിന്ന് നിങ്ങൾ ഇനി ഒട്ടും ഭയം ബാധിക്കുമെന്ന് കരുതേണ്ട.
പ്രതിസന്ധി ഘട്ടത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നവരുടെ ഭയം ഈശ്വരൻ ഇല്ലാതാക്കിക്കൊള്ളും. നിങ്ങളുടെ തേജസ്സിൽ ഭയന്നിട്ടാണ് അവൻ അപ്പോൾ തന്നെ ഓടിക്കളഞ്ഞത്. നിത്യവും ധർമ്മമാചരിക്കുന്നവർ ഒരിക്കലും കുഴങ്ങുകയില്ലെന്നറിയുക. ഞാൻ യാത്ര ചോദിക്കുന്നു, പോകട്ടെ, നിങ്ങൾക്കെന്നും ശുഭം ഭവിക്കും. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഫലം പത്രം പുഷ്പം തോയം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ, ഭക്തിയോടുകൂടി കിട്ടിയാൽ അതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് ഭഗവാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പത്രം ഒരു ഇലക്കഷ്ണം, ഇവിടെ ചീരക്കറിയുടെ ഒരു കഷ്ണം, ചീരയിലയുടെ ഒരു കഷ്ണമാണ് കഴുകുമ്പോൾ പോകാതെ അതിൽ പറ്റിപ്പിടിച്ചിരുന്നത്. ആ കഷ്ണം ഭഗവാൻ കഴിച്ചപ്പോൾ സർവചരാചരവും സംതൃപ്തമായി. വൈശമ്പായനൻ പറയുകയാണ്, തുടർന്ന് പറയുകയാണ്. അപ്പോൾ ആ പത്രം എന്നുള്ളതിൻ്റെ കഥയാണിത്. ഫലം പുഷ്പം ഫലം പത്രം തോയം. അപ്പോൾ ഇതിൽ പത്രം, ഒരു ഇലക്കഷ്ണം കൊടുത്താൽ മതി. ഭക്തിയോടുകൂടി ഒരു ഇലക്കഷ്ണം സമർപ്പിച്ചാൽ ഭഗവാൻ സംതൃപ്തനാകും. ഭഗവാൻ സംതൃപ്തനായാൽ പ്രപഞ്ചം മുഴുവൻ സംതൃപ്തമാകും. കാരണം ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. വൈശമ്പായനൻ തുടർന്ന് പറയുകയാണ്, കേശവൻ പറഞ്ഞത് കേട്ട് സന്താപമൊഴിഞ്ഞ് സ്വസ്ഥചിത്തരായ പാണ്ഡവന്മാർ പാഞ്ചാലിയോടുകൂടി ആ ഭക്തവത്സലനെ കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു: ഹേ ഗോവിന്ദ, ഞങ്ങളുടെ നാഥനായ ഭവാൻ ദുർഘടമായ സങ്കടത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയിരിക്കുന്നു. കടലിൽ താണുപോകുന്നവനെ തോണിയാൽ എന്ന പോലെ ഭവാൻ ഞങ്ങളെ കരകയറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്വസ്തി, മംഗളം ഭവിക്കട്ടെ എന്ന് പാണ്ഡവന്മാർക്ക് നന്മയാശംസിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. കൃഷ്ണനോട് അവർ നന്ദി പറഞ്ഞു. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് ഭഗവാനെ സ്മരിക്കണം. പ്രതിസന്ധി തരണം ചെയ്ത് കഴിഞ്ഞാലും ഭഗവാനെ സ്മരിക്കണം. ഇത് ഓർമ്മിപ്പിക്കുകയാണ് വ്യാസഭഗവാൻ ഇവിടെ. ഹേ ഗോവിന്ദ, ഞങ്ങളുടെ നാഥനായ ഭവാൻ ദുർഘടമായ സങ്കടത്തിൽ നിന്ന് ഞങ്ങളെ കയറ്റിയിരിക്കുന്നു. കടലിൽ താണുപോകുന്നവനെ തോണിയാൽ എന്ന പോലെ ഭവാൻ ഞങ്ങളെ കരകയറ്റിയിരിക്കുന്നു. അവർ നന്ദി പറഞ്ഞു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് സ്വസ്തി, മംഗളം ഭവിക്കട്ടെ എന്ന് പാണ്ഡവന്മാർക്ക് നന്മയാശംസിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. പാണ്ഡവന്മാർ പാഞ്ചാലിയോടുകൂടി സന്തുഷ്ടമാനസന്മാരായി കാടുതോറും സഞ്ചരിച്ച് സസന്തോഷം വിഹരിച്ചു. അവർ നാട്ടിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് കാട്ടിലും ജീവിച്ചത്. അതുകൊണ്ട് അവരുടെ വനവാസം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇങ്ങനെ പാണ്ഡവന്മാരിൽ ദുര്യോധനൻ പ്രയോഗിച്ച ചതി പാടിലായി. ഹേ ജനമേജയ, ഭവാൻ ചോദിച്ചതിന് ഞാൻ പറഞ്ഞ മറുപടി ഇപ്പോൾ ആയല്ലോ.